സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന സൂചനകളാണ്, വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ജയറാമിന്റെ വീട്ടിലെ പൂജയുടെ കൂടുതൽ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 15 മിനിറ്റ് നേരം മാത്രം സ്വർണ്ണപ്പാളി വെച്ച് പൂജിച്ചു എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെതായി വന്ന വാദം, പ്രതികരണം. എന്നാൽ ചിത്രങ്ങൾ വലിയ പൂജ നടത്തിയതിന്റെ ഒരുക്കങ്ങൾ വ്യക്തമാക്കുന്നതാണ്. സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ ചാർത്തുന്നത് പോലെ അടുക്കി വെച്ചായിരുന്നു ഈ പൂജ അവിടെ നടന്നത് എന്ന് വ്യക്തമാകുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ജയറാമിന്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിയത് എങ്ങനെ, അദ്ദേഹം അതിന് സമ്മതിച്ചത് എങ്ങനെ, ആരുടെ അനുമതി തുടങ്ങി ഒട്ടേറെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരെ ഉയർന്നു നിൽക്കുന്നതിന് ഇടയിലാണ് അവിടുത്തെ പൂജയുടെ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടെ വിവരങ്ങൾ ഉൾപ്പെടെ വരുന്നത്. ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമ്പോൾ, അവ പരിശോധിക്കുമ്പോൾ ജയറാമിന്റെ വാദം ഏത് തരത്തിലാണ് ദുർബലപ്പെടുന്നത്? രതീഷ്, ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 സ്വർണം പൂശിയ ശേഷം അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ജയറാമിൻ്റെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചിരുന്നു, അവിടെ വെച്ച് പൂജിച്ചിരുന്നു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിനു പിന്നാലെ ജയറാം പ്രതികരണവുമായി വന്നിരുന്നു. ജയറാം അന്ന് പറഞ്ഞിരുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് തൻ്റെ വീട്ടിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ പൂജിച്ചിരുന്നത്. അത് മാത്രമല്ല, ശബരിമലയിലേക്ക് കൊണ്ടുപോകും വഴി ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറിയതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധപ്രകാരമാണ് എന്നാണ് ജയറാം പ്രതികരിച്ചത്. ആ ജയറാമിന്റെ പ്രതികരണം കേട്ടിട്ട് നമുക്ക് ഈ ചിത്രങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. പ്രതീക്ഷ, ഞാൻ ചോദിച്ചു, പോകുന്ന വഴി എന്റെ വീട്ടിന്റെ അവിടെ കൂടി ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു പിന്നെന്താ, ഒരു ബുദ്ധിമുട്ടുമില്ല, ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് കാണിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഓടിപ്പോയി എന്റെ വീടിനടുത്തുള്ള ഭക്തരായിട്ടുള്ള ആളുകളെ മുഴുവൻ വിളിച്ച് കൊണ്ടുവന്നു, എന്റെ പൂജാമുറി കൊണ്ടുവന്നു, ജസ്റ്റ് അവിടെ വെച്ച് ഒന്ന് പൂജിച്ചു. തിരിച്ചവരൊരു മാരുതി കാറിലാണ് വന്നിരുന്നത്, ഒമിനി വാൻ, അതിലവർ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ശബരിമലയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോട്ടോ കിട്ടുവന്നു. ശബരിമലയിൽ എല്ലാം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അയ്യോ, അപ്പൊ എങ്ങാനും 2025 കൊണ്ടുപോകുന്ന വഴിക്ക് എന്നെ പൂജയ്ക്ക് വിളിച്ചില്ലോ അവനെ. ഇതാണ് രതീഷ്, ഇത് നമ്മളിപ്പോൾ കേട്ടതാണ് ജയറാമിന്റെ പ്രതികരണം. ഇനി ജയറാമിന്റെ വീട്ടിൽ ഈ സ്വർണ്ണ കവചം, ഈ സ്വർണം പൂശിയ കവചം, ദ്വാരപാലക കവചം അത് പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പൂജാമുറിയിൽ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ കാണാം, ഇതാണ് ജയറാമിന്റെ പൂജാമുറി. പൂജാമുറിയിൽ 2 ഭാഗത്തായി, നടുക്ക് ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിമയാണുള്ളത്. ഗുരുവായൂരപ്പനാണ് ആ പൂജാമുറിയിലെ പ്രധാന ദേവത. ആ ഗുരുവായൂരപ്പൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഈ സ്വർണ്ണ കവചങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഇത് എങ്ങനെയാണോ ശബരിമലയിൽ ശ്രീകോവിലിൻ്റെ ഇരുവശവും ഈ കവചങ്ങൾ ഈ അണിയിക്കുന്നത്, ദ്വാരപാലക ശില്പങ്ങളിൽ അണിയിക്കുന്നത്, അതുപോലെ തന്നെ അടുക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിനൊരു മുഖവും, ഒരു ഡമ്മി മുഖവും കൊടുത്തിട്ടുണ്ട് മുഖം വരുന്ന ഭാഗത്ത്. അപ്പോൾ ഇത് ഒരു നമുക്ക് ജയറാമിൻ്റെ വാദം പരിഗണിക്കുകയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു മാരുതി ഓമ്നി വാനിൽ ഓടി ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ അടുക്കാൻ കഴിയുമോ? മാത്രമല്ല എന്തുമാത്രം പുഷ്പാലങ്കാരമാണ് ഈ കവചങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയും മന്ത്ര എന്ന് പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് കമ്പനിയുടെ ഉടമയുമൊക്കെയായ പങ്കജ് ഭണ്ഡാരിയാണ് ജയറാമിനൊപ്പം ആ ദിവസം ഈ ഫോട്ടോയിൽ കാണുന്നത്. അതിനൊപ്പം തന്നെ സംഗീതജ്ഞനായ ഗംഗൈ അമരനും ഈ ചിത്രത്തിലുണ്ട്. നേരത്തെ പാട്ടുകാരൻ വീരമണി ആയിരുന്നു ജയറാമിൻ്റെ വീട്ടിലെ ഈ പൂജയിൽ പങ്കെടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഗംഗൈ അമരനും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇവർ ആ ദിവസം ജയറാമിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചിത്രങ്ങളാണിത്. അപ്പോൾ ആ ചിത്രങ്ങളുടെ പിൻഭാഗത്ത് നോക്കിയാൽ കാണാം എന്തുമാത്രം അലങ്കാരങ്ങൾ ആ വീട്ടിലുണ്ട് എന്നുള്ളത്. പുഷ്പാലങ്കാരമുണ്ട്. ശരിയാണ്, 15 മിനിറ്റ് കൊണ്ട് വരികയാണെങ്കിൽ ഓടിപ്പോയി പൂക്കടയിൽ നിന്ന് വലിയ മാല വാങ്ങിച്ച് ഇങ്ങനെ കെട്ടാം. പക്ഷേ കുരുത്തോല ഇങ്ങനെ കെട്ടാൻ പറ്റുമോ? കുരുത്തോല ഏത് പുഷ്പക്കടയിലാണ് ഇങ്ങനെ കെട്ടാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ കൃത്യമായി ജയറാമിൻ്റെ വീട്ടിൽ ഈ കവചങ്ങൾ കൊണ്ടുവരും എന്ന് നേരത്തെയുള്ള തീരുമാനമുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ചധികം സമയം എടുത്തുള്ള പൂജയാണ്, കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തിയുള്ള പൂജയാണ് എന്ന് ഈ ചിത്രങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഉരുളി കാണാം, ഈ ഭാഗത്തൊരു ഉരുളി കാണാം. ആ ഉരുളിയിൽ ഭക്ഷണ സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭക്ഷണ വിതരണം കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ കുരുത്തോല കാണാം. ഈ കുരുത്തോല ഇങ്ങനെ അലങ്കരിക്കണമെങ്കിൽ കുരുത്തോല വാങ്ങിക്കൊണ്ടുവന്ന് അത് ഈ രൂപത്തിൽ നിർമ്മിച്ച് അത് കെട്ടി തൂക്കിയൊക്കെ വേണം. അതിന് സമയമെടുക്കും. മറ്റൊരു ചിത്രം കൂടി നമുക്ക് കാണാം. ഈ ദിവസത്തെ ജയറാമിൻ്റെ വീട്ടിൽ വെച്ചിരുന്ന അലങ്കാരവുമായി ബന്ധം. ഇതാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ദൃശ്യങ്ങൾ. ഇതാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അണിയിക്കാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത
ദ്വാരപാലക ശില്പങ്ങളിലെ ആ വിവാദ പാളിയാണ് ജയറാമിൻ്റെ പൂജാമുറിയിൽ ഇരിക്കുന്ന കുറച്ചുകൂടെ ക്ലോസ് ദൃശ്യങ്ങളാണ്. ഇവിടെ ആനക്കൊമ്പിൽ തീർത്ത ഒരു മിറർ കാണാം. അതിൻ്റെ സൈഡിൽ ഈ ദ്വാരപാലക പാളികൾ വെച്ചിരിക്കുന്നു. നടുക്ക് ഗുരുവായൂരപ്പനുണ്ട്. പങ്കജ് ഭണ്ഡാരിയും ജയറാമും നിൽക്കുന്ന ദൃശ്യം കാണാം. അതിൻ്റെ തൊട്ടു പിന്നിൽ ഇതേ പൂജാമുറിയുടെ മുന്നിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നിൽ ആനക്കൊമ്പിൽ തീർത്ത കണ്ണാടിയുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ ഈ ഭാഗം ഇവിടെയും കാണാം. മറ്റ് ചിത്രങ്ങളും അതിൽ കാണാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ജയറാമിൻ്റെ വീട്ടിൽ ഈ ദ്വാരപാലക കവചം പൂജയ്ക്ക് വെച്ചത് ജയറാം പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 15 മിനിറ്റത്തേക്ക് ഓടിക്കൊണ്ടുവന്ന് ശബരിമലയിൽ പോകുന്ന വഴിയിലൊന്ന് കയറി പൂജിച്ചല്ല. അവിടെ വിശദമായ പ്ലാനിങ്ങോടുകൂടി അങ്ങനെ ഒരു പൂജ നടത്താനുള്ള ആസൂത്രണത്തോടുകൂടി കൃത്യമായി ആൾക്കാരെയൊക്കെ വിളിച്ച് ആ വീട് അലങ്കരിച്ച് പൂജാമുറിയിൽ എങ്ങനെയാണോ ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക പാളികൾ അടുക്കി വെക്കുന്നത് അതേ മാതിരി തന്നെ അടുക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ശരിയാണോ, അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശരിയാണോ എന്നുള്ളത് അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ മാതൃഭൂമി ന്യൂസ് വെക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത് മാത്രമല്ല, ഈ ദ്വാരപാലക കവചം അത് ബംഗളൂരുവിലും എത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംശയിക്കാവുന്ന തെളിവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അത് അടുത്ത ചിത്രം കാണുമ്പോൾ വ്യക്തമാകും. ഇത് ദ്വാരപാലക ശില്പങ്ങൾ കണ്ടില്ലേ, ഇത് വെച്ചിരിക്കുന്ന ചിത്രം ഇത് ബംഗളൂരുവിലെ ഒരു വീട്ടിൽ ഇതേപോലെ ഇത് പ്രദർശനത്തിന് വെച്ചു, പൂജയ്ക്ക് വെച്ചു എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ സംശയിക്കാവുന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല ഇത് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ഈ വിവാദത്തിൽ ഉൾപ്പെട്ട വ്യവസായിയായ വിനീത് ജെയിൻ്റെ വീട്ടിലാണ് എന്നുള്ളൊരു സംശയമാണ് ഉയരുന്നത്. അതിന് കാരണം ഇവിടെ ഒരു ജെയിൻ സ്വീറ്റ്സ്, ജെയിൻ മതവിഭാഗക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്വീറ്റ്സ് ഇതിൻ്റെ താഴെ ഈ പ്രസാദമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബംഗളൂരുവിൽ കർണാടകയിലാണ് ഇത് കൊണ്ടുവന്നത് എന്ന് സംശയിക്കുന്നു. മാത്രമല്ല ഇത് ശബരിമലയിൽ നിന്ന് 2019 ആദ്യം എടുത്തുകൊണ്ടുപോയ അതായത് വിജയ് മല്യ സ്വർണം പൂശിയ ആ ഒറിജിനൽ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ളൊരു സംശയവും ഈ ചിത്രം ജനിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ആണ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതിൻ്റെ ആധികാരികത കണ്ടെത്തേണ്ടത്. ഏതായാലും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് പ്രദർശനം നടത്തി എന്ന് തെളിയിക്കാവുന്ന 2 സ്ഥലങ്ങളിലെ ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. ഒന്ന് ജയറാമിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ചിത്രം, അത് ജയറാം പറഞ്ഞതുപോലെ 15 മിനിറ്റ് നേരത്തേക്ക് ഓടിക്കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന് ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാവുന്നതാണ്, അയ്യപ്പ ഭക്തർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണോ ശബരിമലയിൽ ആ പാളികൾ വെക്കുന്നത് അതേപോലെ അലങ്കരിച്ചാണ് പുഷ്പാലങ്കാരവും ആ വീട് മുഴുവൻ അലങ്കാര പണികളും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത് വ്യക്തമാണ്. രതീഷ്.